അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാളുടെ പ്രായം 58 മറ്റൊരാളത് 60 പ്രായം. രണ്ടാളും സഹോദരന്മാരാണ്. കൊണ്ടുപോകുന്ന പെൺകുട്ടിയാകട്ടെ ഇവരുടെ മക്കളെ പ്രായമുള്ള പേരക്കുട്ടിയുടെ പ്രായമുള്ള 15 വർഷം പ്രായമുള്ള ആ നിഷ്കളങ്കതയായ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കൂ, ഈ പെൺകുട്ടിയെ കൊണ്ടുപോയത് എന്തിനാ? ജീവനോട് കുഴിച്ചു മൂടാനാണ്. ജീവനോട് കുഴിച്ചു മൂടാനുള്ള കാരണം എന്താണ്? നിരന്തരമായി ഈ പെൺകുട്ടിയെ ഈ രണ്ടാളും, വല്ലിപ്പയുടെ പ്രായമുള്ള ഈ രണ്ടാളും നിരന്തരമായി കൊണ്ടുപോകും, ഇവളെ ഉപയോഗിക്കും. ഇപ്പോൾ അവൾ ഗർഭിണിയാണ് എന്നവർക്ക് മനസ്സിലായി. 5 മാസം ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോൾ ഇതിന് പുറം ലോകം അറിയും. അതുകൊണ്ട് നിന്റെ ഗർഭം ഇല്ലാതെയാക്കാൻ വേണ്ടി പല തവണ നിർബന്ധിച്ചു. അവസാനം അവർ ചെയ്തത് ഒരു കുഴിയിൽ അവരെ കുടിച്ചു മൂടാൻ വേണ്ടിയുള്ള തീരുമാനവുമായിട്ടാണ് അവർ അവളെ കൊണ്ടുപോകുന്നത്. ഭാഗ്യത്തിന് അവളെ രക്ഷപ്പെട്ടു. ബാപ്പയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാപ്പ ഇത് മനസ്സിലാക്കി അന്തം വിട്ടുപോയി. പെട്ടെന്ന് ഈ പരാതിയുമായി പോലീസുകാരെ സമീപിക്കുകയും എന്നിട്ടാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. നോക്കൂ, ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നവരുടെ പ്രായമാണ് അത്ഭുതപ്പെടുത്തിയത്. 58-60 എന്ന് പറയുമ്പോൾ വല്ലിപ്പയുടെ പ്രായമാണ്. കൊണ്ടുപോകുന്ന നിഷ്കളങ്കമായ ഒരു പെൺകുട്ടിയാണ്. 15 വർഷം. പാവം ഈ പെൺകുട്ടി അവർ ഇങ്ങനെ താലോളിച്ചും പലതും പറഞ്ഞ് മയക്കി കൊണ്ടുപോകുമ്പോഴല്ലേ എന്നാൽ അവരുടെ ഇസ്സത്ത് നഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോയത്. അവസാനം ഇവിടെ ഗർഭിണിയാകുമ്പോൾ ഇവളെ കുഴിച്ചു മൂടാൻ വേണ്ടിയാണ് അവർ തീരുമാനമെടുത്തത്. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മോട് സ്നേഹത്തോടു കൂടി ആരെങ്കിലും വർത്തിക്കുകയാണെങ്കിൽ, വലിയ സ്നേഹം വലിയ പരിഗണന നൽകുന്നുണ്ടെങ്കിൽ അവരപകടമാണ്. ചിലപ്പോൾ നമ്മുടെ വല്ലിപ്പയുടെ പ്രായമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയുടെ പ്രായമായിരിക്കും. നാം അവരെ കാണുന്നത് വല്ലിപ്പയുടെ സ്ഥാനത്തായിരിക്കും, അല്ലെങ്കിൽ ഉപ്പയുടെ സ്ഥാനത്തായിരിക്കും. അവർ അതിൽ കവിഞ്ഞ സ്നേഹം ഇങ്ങോട്ട് പരിഗണനയും ലാലനയും നൽകുന്നുണ്ടോ, അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചതി ഒളിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ കാണുമ്പോൾ നാമൊക്കെ വിചാരിക്കുന്നതാണ് അവൾ ഒരു പേരക്കുട്ടിയുടെ സ്ഥാനത്തല്ലേ കാണുന്നത്. അങ്ങനൊന്നും സംഭവിക്കില്ല. അങ്ങനെയൊന്നും സംഭവിച്ചാൽ ആ പെൺകുട്ടികളത് പറയാനും മടിക്കും. പാവം അവർ അത് എന്നെ അറിഞ്ഞാൽ എൻ്റെ വല്ലിപ്പയുടെയും അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവരുടെ ഒരു ഇസ്സത്ത് നഷ്ടപ്പെടേണ്ട എന്നാണ്. അവളെല്ലാം അവർക്ക് നൽകി. ആ വൃദ്ധരായ 2 ആളുകൾക്ക് അവളുടെ ശരീരവും എല്ലാം സ്നേഹവും എല്ലാം നൽകി. പാവം അവസാനം ഇവൾ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ജീവനോട് കുഴിച്ചു മൂടാൻ ഒരു കുഴിയിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഭാഗ്യത്തിന് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു. അവരുടെ സ്ഥലവും നാടും അറിഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യവുമില്ല. അതിപ്പോൾ അറിയേണ്ടതില്ല. നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടവരായിരിക്കാം, പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. വാർത്തയിൽ നോക്കിയാൽ ഈ സംഭവം നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ അറിയാം. അവരിപ്പോൾ 2 പേരും അവരെ അറസ്റ്റ് ചെയ്ത സംഭവമൊക്കെ അറിയാം. ഇതല്ല എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണുമക്കൾ പാവം അവർ കുടുംബത്തിൽപ്പെട്ട വല്ലിപ്പയല്ലേ വല്ലിമ്മയല്ലേ, അങ്ങനെ നല്ല വല്ലിമ്മമാരൊക്കെ ഉണ്ട്. അവരെ നാം സ്നേഹിക്കണം, എല്ലാം ചെയ്യണം. എന്നാൽ സ്നേഹം അതിരിക്കവിഞ്ഞവർ പ്രകടിപ്പിക്കുകയും എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം കൃത്യമായി നിങ്ങളുടെ മാതാപിതാക്കളെയോ നിങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മയെ നിങ്ങൾ അറിയിച്ചില്ല എങ്കിൽ, നിങ്ങൾ ഗർഭിണിയായി എന്നവർക്ക് മനസ്സിലായാൽ പിന്നെ അവർ ഭയപ്പെടും, സമൂഹത്തെ ഭയപ്പെടും. കാരണം അവർക്ക് ആ സമുദായത്തിൽ നല്ലൊരു വിലയും സ്ഥാനവും ഉണ്ടാകും അവർക്ക്. ഇത് പുറം ലോകം അറിഞ്ഞാൽ എൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അവർ നിങ്ങളെങ്ങനെയെങ്കിലും ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയാക്കാനുള്ള എന്തെങ്കിലും തന്ത്രം പണിയും. ആദ്യം കാണിച്ച സ്നേഹമായിരിക്കില്ല, പിന്നെ അവസാനം നിങ്ങളെ ഭൂലോകത്ത് ഇല്ലാതെയാക്കാൻ അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇതിവിടെ സംഭവിച്ചത് അങ്ങനെയാണ്. 5 മാസം ഗർഭിണിയാക്കി 2 പേർ ചേർന്നിട്ട്, എന്നിട്ട് അവർ സംരക്ഷിക്കപ്പെടേണ്ടവർ അവസാനം ജീവനോടുകൂടെ അവളെ കുടിച്ചു മൂടാനാ. എങ്ങനെ കൊണ്ടുപോകാൻ ഇവർക്ക് മനസ്സ് വന്നു? തൻ്റെ പേരക്കുട്ടിയുടെ സ്ഥാനത്ത് കണ്ട ഒരു പൊന്നുമോള്, അല്ല ആ നിഷ്കളങ്കമായ പെണ്ണുമോളെ കൊണ്ടുപോയി നിരന്തരമായി ഉപയോഗിച്ചു. എന്നിട്ടോ അവസാനം ജീവനോട് കുഴിച്ചു മൂടാൻ കൊണ്ടുപോകുന്ന രംഗമുണ്ടല്ലോ. പാവം ആ പെൺകുട്ടി അത്ഭുതപ്പെട്ടു പോകും. ഇവർ നൽകിയ സ്നേഹവും ആ ലാലനവും പരിഗണനയൊന്നും ഒന്നുമില്ലല്ലോ, ഇന്നവരെന്നെ കൊല്ലുകയാണോ? ആ പെൺകുട്ടി ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ പെണ്ണ് അവസാനിക്കുമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാർ, അതുപോലെ പ്രിയപ്പെട്ട പെൺകുട്ടികളൊക്കെ, നിങ്ങൾ അതിരിക്കവിഞ്ഞ് നിങ്ങളോടൊരു പരിഗണനവും സ്നേഹവും ഒക്കെ നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ഒരു അപകടം ഒളിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം.
പെൺകുട്ടികൾ അങ്ങനെയല്ല, പാവം, അവർ നിഷ്കളങ്കമാണ്. അവരെല്ലാവരെയും ഒരു ഉപ്പൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ വല്ലിപ്പയുടെ സ്ഥാനത്ത് അങ്ങനെ കാണുന്ന മക്കളാണ്. അവർ അങ്ങനെ ഊഹിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അവർ വിചാരിക്കും അബദ്ധത്തിലാണത് സംഭവിച്ചത്, സാരമില്ല എന്നൊരിക്കൽ വിടും. ഇത് ഒരു പ്രാവശ്യം കിട്ടിയാൽ അവർ വീണ്ടും വീണ്ടും തുടരുമ്പോൾ പെൺകുട്ടി പിന്നെ അതേ ചിന്തിക്കും, അബദ്ധമാണ്. അവസാനം സംഭവിക്കുന്ന ഇതാണല്ലോ പലയിടത്തും സംഭവിച്ചത്. സ്നേഹം നൽകി നിന്നെ നിക്കാഹ് കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ നേടി പിന്നെ ഞാൻ ജയിലിൽ കഴിഞ്ഞാലും പ്രശ്നമില്ല, എനിക്കവൾ വേണ്ട എന്നാണ്. പാവം, അവൾ ആ ഒരു വിശ്വസിച്ചിരിക്കുന്ന മനസ്സ് നമുക്ക് നൽകുന്ന വേദന ഉണ്ടല്ലോ, അതൊരിക്കലും സഹിക്കാനും താങ്ങാൻ പറ്റാത്ത വേദനയാണ്. അതുകൊണ്ട് അതിര് കവിഞ്ഞുള്ള സ്നേഹം പ്രകടനം കാണുമ്പോൾ അവിടെ തന്നെ ചെറിയൊരു ബ്രേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പെൺകുട്ടികൾ വേണം. നമുക്ക് ആ സ്നേഹം ലാലൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഇവരോട് നാം കയറി സംസാരിച്ചാൽ അവർക്ക് നമ്മളോട് വേദന തോന്നുമോ? അങ്ങനെ നിങ്ങൾ കാണിക്കുന്ന ഈ അലിവ്, ഈ സ്നേഹമുണ്ടല്ലോ, അത് നിങ്ങളെ തന്നെ വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്തിപ്പിക്കുന്നത്. പലരുമുണ്ട് അങ്ങനെ ചെയ്താൽ അത് സമൂഹത്തിനും സമുദായത്തിനും എന്തെങ്കിലും സംഭവിക്കൂലേ? എങ്ങനെയാണ് ഉപ്പയോട് പറയുക, ഉമ്മയോട് പറയുക? ഇപ്പോൾ ഈ പെൺകുട്ടി ഓടി വന്ന് ഉപ്പയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉപ്പ അതിന് വേണ്ടിയ ഒരു നിലപാടെടുത്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ സംഭവം പുറലോകം അറിഞ്ഞു. ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിലോ മകൾ തീർച്ചയായും രക്ഷപ്പെടുമായിരുന്നു. അവൾ ആദ്യം ഇത് പറയാത്തത് കൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥകൾ നിന്ന് രക്ഷപ്പെടാൻ. ഒരു ചെറിയ കോൾ വിളിച്ചാൽ എല്ലാ വിധത്തിലുള്ള സംരക്ഷണം നൽകപ്പെടുന്നുണ്ട്. അതൊക്കെ നാം ഉപയോഗപ്പെടുത്തണം. ഇല്ലെങ്കിൽ നോക്കൂ, അപകടത്തിൽപ്പെട്ടാൽ അവസാനം അവർ ജീവനോട് കുഴിച്ചു മൂടിയിരുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അവരുടെ പൊന്നുമോൾ നഷ്ടപ്പെട്ടുമായിരുന്നു. ഇനി പൊന്നുമോൾ തിരിച്ചു കിട്ടിയപ്പോൾ ഗർഭിണിയായിട്ടാണ് അവർക്ക് കിട്ടുന്നത്. അവിടെ സമൂഹത്തിൻ്റെ ഒരു ഇസ്സത്ത് നഷ്ടപ്പെട്ടില്ലേ? ഇനി അവൾക്ക് ഭാവിയിലൊരു ജീവിതം വേണ്ടേ? അവളെ ഒന്നും കല്യാണം കഴിക്കാൻ, നിക്കാഹ് കഴിക്കാൻ ആരെങ്കിലും വരുമോ മുന്നോട്ട്? കാരണം അവൾ ആദ്യം ഒരു പ്രസവിച്ചവളാണ് എന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടെ പോയി അങ്ങനെ ആ രീതിയിലൊക്കെ അവരെ കാണൂലേ? വളരെ മോശമായിട്ടല്ലേ ആ പെൺകുട്ടിയെ കാണുന്നത്? നോക്കൂ, ഒരു ജീവിതം തന്നെ അവർ തകിടം മറിച്ചു. ഒരു ജീവിതത്തെ തന്നെ അവർ ഇല്ലായ്മ ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരാ, ആ പെൺകുട്ടിയുടെ എല്ലാ സ്വപ്നങ്ങളും അവർ ഇല്ലാതെയാക്കി. സുബ്ഹാനല്ലാഹ്, എങ്ങനെ മനസ്സ് വരുന്നു പ്രിയപ്പെട്ടവരെ? പാവം പിഞ്ചു മക്കളല്ലേ, ചോരപ്പൈതലിനെ പോലെ കാണേണ്ട പൊന്നുമക്കളെ കൊണ്ടുപോയി അവളുടെ ശരീരത്തിൻ്റെ അവരെ ശുദ്ധിയെ നഷ്ടപ്പെടുത്തുമ്പോൾ അല്ലേ, അവരുടെ ആ മുഖത്ത് അവർക്കുള്ള പേരക്കുട്ടികളെ കാണുന്നില്ലേ? ഇവൾക്ക് ജീവിക്കണം, ജീവിതത്തിൽ ഒരുപാട് ഉയരണം, ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് മുമ്പ് തന്നെ അവരുടെ ജീവിതം എല്ലാം അവിടെ അവസാനിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ. അതും എത്ര പ്രായമാണ്? മരിക്കാൻ ഖബറിലേക്ക് കാളം നീട്ടിയ പ്രായമാണ്. 58, 60 എന്നൊക്കെ പറയുമ്പോൾ എത്ര പ്രായമായി? ഈ പ്രായത്തിൽ പോലും ഇവർക്കുള്ള ഈ ഭ്രാന്ത് തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, അതും ഈ ഭ്രാന്ത് കാണിക്കുന്നത് ആരോടാണ്? പിഞ്ചു മക്കളോടാണോ? സുബ്ഹാനല്ലാഹ്, ആ പെൺകുട്ടിയുടെ അല്ലേ, അവളുടെ ഒരു ലൈഫ് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇല്ലാതെയായില്ലേ? ആ മാതാവിനെ ആദ്യം തന്നെ, ആ പിതാവിനെ ആ പെൺകുട്ടി അറിയിച്ചിരുന്നുവെങ്കിലോ? ആദ്യം അവരോട് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറി. പക്ഷേ അവർ അത് ദുരുപയോഗം ചെയ്തു. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ അവൾ ചെന്നെത്തിയത് അപകടത്തിലേക്കാണ്. പ്രിയപ്പെട്ട പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. വീട്ടിലുണ്ടാകും, കുടുംബത്തിലുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് പോയവിടെയും പല സ്ഥലത്തും കൂടുതൽ ഈ വൃദ്ധന്മാർ ഇത്തരത്തിലുള്ള എല്ലാവരെല്ലാം നമ്മുടെ വല്യമ്മമാരൊക്കെ നാം സ്നേഹിക്കണം. അവർ നമ്മുടെ ജീവനാണ്. എന്നാൽ ഇത്തരത്തിലുള്ള അതായത് ബാഡ് ടച്ചിങ് എൻ്റെ പ്രിയപ്പെട്ടവർ അവിടുന്ന് കാണുകയാണെങ്കിൽ വളരെ സധൈര്യം അതോട് പറയേണ്ട ആളുകളോട് അത് ഉണർത്തുകയും പറയുകയും വേണം. ഇല്ലെങ്കിൽ പിന്നെ നാം അതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് എത്തിയാൽ നോക്ക്, അവൾ 5 മാസത്തെ ഗർഭിണി എന്ന് പറയുമ്പോൾ ഇനി അവൾ ജീവിച്ചിട്ട് അല്ലേ, അവൾ എങ്ങനെ സ്കൂളിൽ പോകും? എങ്ങനെ സാധിക്കും അവളെ കൊണ്ട്? കൂട്ടുകാരികൾ പലതും പറയൂലേ? ആൾക്കാളെ മുമ്പിൽ എങ്ങനെ അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? പാവം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ഇതൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. പറയേണ്ടത് നോ പറയുന്നവിടെ നോ പറയുക തന്നെ വേണം. അത് എന്നെ സ്നേഹിക്കുന്ന ആളല്ലേ, എൻ്റെ കുടുംബക്കാരനല്ലേ, എൻ്റെ നാട്ടുകാരനല്ലേ, അവരെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പറഞ്ഞ് നാം നോ പറയാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, പെൺകുട്ടികൾ ആ സമയത്തു എന്ന് യെസ് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലത്തെ അവസ്ഥയായിരിക്കും.
അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.